പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂടെയുണ്ട് ഞങ്ങൾ എന്നാണ്. ഈ വിഷയത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് കേരളത്തിലെ ഏതൊരു പൗരനും ഏതൊരു മലയാളിയും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതൊരു പ്രശ്നത്തിൽ പെട്ടാൽ പോലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിയമത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പരിരക്ഷയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ സാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സഹായം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM ആയിക്കൊള്ളട്ടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓരോ ഇൻസിഡൻ്റ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നേരത്തെ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചും അവർക്ക് അംഗീകരിച്ച് തരാൻ അവർ തയ്യാറല്ല. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും അവരുടെ അസഹിഷ്ണുത പുറത്തു കാട്ടുന്ന വിഷയമാണ്. ഇപ്പോൾ പാംപ്ലാനി പിതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അതോടൊപ്പം കേരളത്തിലെ BJP ഘടകവും ഛത്തീസ്ഗഡ് വിഷയത്തിൽ എടുത്തിട്ടുള്ള നേരത്തെ ഇവിടെ പറഞ്ഞതുപോലുള്ള സമാനതകളില്ലാത്ത ഇടപെടൽ അത് വളരെ കൃത്യമായിട്ട് പാംപ്ലാനി പിതാവും CBCIയുടെ നേതൃത്വവും കൃത്യമായി പറഞ്ഞ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയെ ചെളിവാരി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ഗൂഢലക്ഷ്യത്തോടു കൂടി ചിലർ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണകരമാവുമോ എന്ന് കരുതുന്ന ഒരു കൂട്ടം ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും നേതാക്കളാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇതുപോലുള്ള പിതാക്കന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പിതാക്കന്മാരെ പരിഹസിക്കൽ അപമാനിക്കൽ അവർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക ഇതെല്ലാം കോൺഗ്രസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂടെയുണ്ട് ഞങ്ങൾ എന്നാണ്. ഈ വിഷയത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് കേരളത്തിലെ ഏതൊരു പൗരനും ഏതൊരു മലയാളിയും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതൊരു പ്രശ്നത്തിൽ പെട്ടാൽ പോലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിയമത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പരിരക്ഷയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ സാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സഹായം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. അത് മാത്രമാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ യുവമോർച്ച പോലെയുള്ള സംഘടനകളിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഓഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതൊക്കെ. ഇതിനൊക്കെയുള്ള മറുപടി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം.